എനിക്ക് താടി കണ്ടപ്പോ മനസ്സിലായി തിരക്കഥാകൃത്തല്ലേ. അതെ, ഇവിടെ ഒരു പരിപാടി നടക്കാണ്. സുരേഷ് എന്റെ അടുത്ത് തിരക്കഥ പറയണമെങ്കിൽ വേറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരണം. എന്റെ പൊന്നു സുഹൃത്തെ, തിരക്കഥാകൃത്തൊന്നുമല്ല. പിന്നെ ഇതെന്താണത്? എന്റെ പേര് പൊന്മാൻ ബ്രിട്ടോ. ബ്രിട്ടോയോ? ബ്രിട്ടോ പെറ്റ് ഷോപ്പ് നടത്തുന്ന അതിന്റെ ഓണറാണ് ഞാൻ. പെറ്റ് ഷോപ്പിന്റെ ഓണറാണ്. ഇത് എന്റെ വൈഫാണ് പൈങ്കിളിമായ. ആളൊരു പൈങ്കിളിയാണ്. പക്ഷെ കണ്ടാല് മകളാണെന്നേ പറയുള്ളൂ കേട്ടോ. അതെല്ലാവരും ചോദിക്കാറുണ്ട് അച്ഛനും മോളുമാണെന്ന്. അത് വേറൊരു വിധത്തില് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ്. ഏത് വിധത്തിലാണ്? ഞാൻ ഇവൾക്ക് ലവ് ബേർഡ്സിനെ കൊണ്ട് കൊടുക്കാൻ പോയതാ. അങ്ങനെ ഞങ്ങള് ലവ് ആയി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇവള് പെറ്റു. അപ്പൊ തന്നെ ഞാൻ പെറ്റ് ഷോപ്പ് തുടങ്ങി. ആ, അപ്പൊ ഇപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ താടി കണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ താടിയല്ല. ഇത് തൂക്കണാങ്കുരുവിയുടെ കൂടാണ്. വൈകുന്നേരങ്ങളിൽ 3 കുരുവികൾ വന്ന് കൂടണയുന്നൊരു കൂടാണിത്. ഇടക്ക് 4 വരാം. ഇത് ഞങ്ങളെ സുരേഷ് ഗോപി ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താണോ അതിനകത്തൊരു പൂച്ചയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒരു സോറി പറയാണ് സുരേഷ് ചേട്ടനോട്. കാരണം പുള്ളി ഒരു മൈനയെ ചോദിച്ചിട്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൈനയെ ചോദിച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്ത് മൈന. അയ്യോ, പാപ്പൻ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടേ ഉള്ളൂ. ആ തിയേറ്ററിൽ തന്നെ പോയി കാണാം, ഇല്ലെങ്കിൽ ഞാൻ കുനിച്ചു നിർത്തി കൂമ്പിടിച്ചു പാടും. അയ്യോ ഇല്ല, തിയേറ്ററിൽ പോയി കണ്ടു. അടിപൊളിയാണ്, ഗംഭീര സിനിമ. അത് കണ്ടപ്പോ തന്നെ ആ വാശിക്ക് ഞാൻ പാപ്പന്റെ സെക്കൻഡ് വേർഷൻ വീട്ടിലിരുന്ന് എഴുതി. അത് എഴുതാൻ അവിടെ വേറൊരാളുണ്ട്. അപ്പൊ എന്റെ അപ്പാപ്പനിലൊന്നും അഭിനയിക്കൂല. ഇല്ല, RJ ഷാൻ എഴുതുന്ന അപ്പാപ്പനിലോ അപ്പാപ്പന്റെ പാപ്പനിലോ ഒക്കെ അഭിനയിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പൊ പുതിയ സിനിമ ഉണ്ടല്ലോ ഒറ്റക്കൊമ്പനും ഉണ്ട്, അതിനകത്ത് ഇരട്ടക്കൊമ്പനും ഉണ്ട്, അത് എഴുതുന്ന വേറൊരാളും ഉണ്ട്. അല്ല, അത് എഴുതാനല്ല, അതിനകത്ത് ആനയെ വല്ലതും ആവശ്യമുണ്ട്. എന്റെ കയ്യിൽ ഒരു ആനയുണ്ട്. അതിൽ ആനയില്ല, അതിൽ ആന ഞാനാണ്. പിന്നെ എന്തിനാ ഒറ്റക്കൊമ്പന്റെ പേരിട്ടേക്കണത്? അതുകൊണ്ടാണ്. ഒറ്റക്കൊമ്പൻ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു കൊമ്പുള്ള ആന എന്നാണോ? അല്ല, ഒറ്റയ്ക്ക് നടക്കുന്ന കൊമ്പൻ, പെശ കാണാതെ. അതല്ലേ ആണ്. അല്ല സുരേഷേട്ടന് ഈ ആനകളെ പറ്റിട്ടൊക്കെ അറിയാവുന്നതല്ലേ? അതെ. ഏതാനയാ നിങ്ങളുടെ കയ്യിലുള്ള? പെറ്റിക്കോട്ട് രാമേന്ദ്രൻ എന്റെ ഹീറോ ആണ്. അതുകൊണ്ട് ഞാൻ ഈ തമാശക്ക് ഞാൻ ചിരിക്കത്തില്ല. തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ എന്റെ ഹീറോ ആണ്. അല്ല, എനിക്കൊരു തെറ്റുപറ്റിയതാണ്, ക്ഷമിക്ക്. പിന്നെ നമസ്കാരമുണ്ട്. വിശാരടി ഞങ്ങളായിട്ട് അറിയാം. പഞ്ചവർണ്ണത്തെത്തക്ക് പുള്ളിക്ക് ഞങ്ങളല്ലേ കൊടുത്തത്? മൃഗങ്ങളുടെ ആളല്ലേ? മൃഗങ്ങൾ എന്തൊക്കെ കൊടുത്തു നമ്മളന്ന്? നമ്മൾ ഒട്ടകം കൊടുത്തു, പൂച്ച കൊടുത്തു, തത്തയെ കൊടുത്തു, ഒരുപാട് സാധനങ്ങൾ തന്നാ. നിറം മാറുന്ന ഒന്നിനെ വരെ കൊടുത്തു. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോ പിഷാരടിയുടെ നിറമാണ് മാറിയത്. പിഷാരടിയുടെ നിറം അന്ന് എന്റെ അടുത്തും മാറി. അത് മുഴുവൻ സെൻസറിൽ പോയി അനിമൽ വെൽഫെയർ ബോഡി പോയി ലോക്ക് ആയപ്പോ അത് മുഴുവൻ ഊരിച്ച് നയാ പൈസ കൈക്കൂലി കൊടുക്കാതെ ഊരിച്ചു കൊടുത്തത് ഞാനാണ്. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്, അത് ഇപ്പോഴേ പറയാം. അതായത് മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ സിനിമയിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള പടമാണ് എന്റെ പടം. അത് വലിയ പ്രോസസ്സാ. ലൊക്കേഷൻ മൃഗ ഡോക്ടർ വേണം, ഓരോ തത്തയ്ക്കും പേപ്പർ ഫില്ല് ചെയ്യണം, അതിന് തീറ്റ കൊടുത്തതിന്റെ കണക്കെഴുതുക, അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഓഫീസ് മദ്രാസിലായിരുന്നു. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ്സ് മെയിൽ അയക്കല്, എനിക്കറിയാം ഇത് പണിയാവുന്നുള്ളത്. ഷൂട്ടിംഗ് തീരാറായി, റിലീസൊക്കെ നിശ്ചയിച്ച സമയത്ത് ഈ ഓഫീസ് വടക്കേ ഇന്ത്യയിൽ എങ്ങോട്ടോ മാറിപ്പോയി, ഹരിയാനയിലേക്ക് മാറിപ്പോയിട്ട് മെയിൽ എടുക്കുന്ന ആൾക്കാരും ഇതുവരെ നമ്മൾ മിണ്ടിയ ആൾക്കാരും ഒന്നും ഈ ഓഫീസില്ല. മുഴുവൻ പുതിയ ആൾക്കാർ. റിലീസ് ആവാറായി, എന്ത് ചെയ്തിട്ടും ഈ അനിമൽ വെൽഫെയർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നിൽക്കുന്നില്ല. അപ്പൊ തന്നെ ഹലോ കമ്മീഷണർ, ഒറ്റ കോള് അവിടെ. അപ്പൊ തന്നെ പരിപാടി ഇണക്കി സുരേഷ് ഏട്ടൻ അതിൽ ഇടപെട്ട് സുരേഷ് ഏട്ടനായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് മേടിച്ചു തന്നുകൊണ്ടാണ് ആ പടം ആദ്യമായിട്ട് കൃത്യസമയത്ത് റിലീസ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ താങ്ക്സ് കാർഡിൽ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം എഴുതി കാണിക്കുന്ന പേര് സിൻസിയർ താങ്ക്സ് ടു സുരേഷ് ഗോപി എന്നാണ്. എന്നിട്ടാണ് ആ പടം തുടങ്ങുന്നത്. എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്റെ മുമ്പിലും നിറം മാറിയതേ. 10 പൈസ തന്നില്ല ഇത്രയും മൃഗങ്ങളെ കൊണ്ടുപോയിട്ട്. അത് കഷ്ടമല്ലേ? അവർക്ക് പൈസ കൊടുക്കണ്ടേ? അല്ല, ഞാൻ സാധനങ്ങൾ തിരിച്ചു കൊടുത്തല്ലോ. ഒരു കാര്യം ചോട്ടെ, മായ എങ്ങനെയാണ്? മായ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചതുകൊണ്ടാണോ ഈ പക്ഷിമൃഗാദികൾ അങ്ങനെ ഈ മേഖലയിലോട്ട് വന്നത്? അയ്യോ അല്ല, പിന്നെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഞാൻ ഭയങ്കര ഒരു മൃഗസ്നേഹിയാണ്. അപ്പൊ ഞാൻ പണ്ട് ഒരു അണ്ണാനെ വളർത്തി. അത് കുറച്ച് കഴിഞ്ഞപ്പോ ഓടിപ്പോയി. പിന്നെ ഞാൻ ഒരു കിളിയെ വളർത്തി. കുറച്ച് കഴിഞ്ഞപ്പോ അത് പറന്നുപോയി. പിന്നെ ഞാൻ ഒരു വൃക്ഷം നട്ടു. അപ്പൊ ഈ ഓടിപ്പോയ അണ്ണാനും കിളിയൊക്കെ അതിനകത്ത് വന്നിരുന്നു.
ഇതേ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനൊരു പാക്കറ്റ് മിച്ചർ മേടിച്ചു, അതെന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാനൊരു സോഡ മേടിച്ചു, അതെന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി. അപ്പൊ തന്നെ ഞാനൊരു ഫുള്ള് മേടിച്ചു. ഈ കൊണ്ടുപോയ മിച്ചർ സോഡ ഒക്കെ തിരിച്ചു വന്നു. അങ്ങനെ അനുഭവിക്കേണ്ടായിരുന്നു. മിഥുനായിരുന്നു അത്. അത്ര ചിരിയിരിക്കുന്നതിൽ എനിക്കൊരു സംശയമുണ്ട്. എന്തോ സുരേഷേട്ടാ, ഇത് കണ്ടോ? 5 പേര്. ഈ 5 പേരിൽ ആരാണ് നിങ്ങളുടെ അവിടെ വന്ന് പൂച്ചയെ വാങ്ങിയത്? പറയൂ. കാത്തിരിക്കുകയാണ്, കേരളം കാത്തിരിക്കുകയാണ്. ഇവിടുന്ന് രണ്ടാമതിരിക്കുന്ന പെൺകുട്ടിയില്ലേ, ആ കുട്ടിയാണ് രസിക. ആ കുട്ടിയാണ് ഞങ്ങളുടെ പെറ്റ് ഷോപ്പിൽ വന്നത്. അയ്യോ, ആ കുട്ടിയല്ല, ആ കുട്ടി അഡ്വാൻസ് തരാൻ വേണ്ടി വന്നതാണ്. അഡ്വാൻസ് തരാൻ വേണ്ടി വന്നാ. പൂച്ചയെ വാങ്ങിയത് ആ കുട്ടിയായിരുന്നു. അല്ല അല്ല അല്ല, പിന്നെ ആരാണ് പൂച്ചയെ വാങ്ങിച്ചത്? പൂച്ചയെ വാങ്ങിയത് ചേട്ടാ, ആ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 പേര് കൂടി ഒരുമിച്ച് വന്നാണ് ഈ പൂച്ചയെ വാങ്ങിയത്. ബെസ്റ്റ്. സുരേഷേട്ടാ, മിക്കവാറും ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. അപ്പൊ ഈ 5 പേരും കൂടി ഒരുമിച്ച് വന്നതാണ്. അതെ. നിങ്ങൾക്ക് അപ്പൊ 5 പേരിൽ ആരാണ് വാങ്ങിയെന്ന് അറിയില്ല. അല്ല, 5 പേര് കൂടി ഒരുമിച്ചാ വന്നത്, അത് നമുക്ക് അറിയില്ല. ഇത് നമുക്കൊരു തീരുമാനമാക്കാം. ആ. 2 പേരുടെ കാര്യം പറഞ്ഞത് ഓക്കെയാ, റിയലാ. ഇത് തരികിടയാ. തരികിടല്ല. ഞാനൊരു കാര്യം പറയട്ടെ, 2.5 മണിക്കൂർ സിനിമ കാണിച്ചിട്ട് പ്രേക്ഷകർക്കും ഇത് കൊടുത്തിട്ടില്ല, ആരാണ് പറഞ്ഞിട്ടില്ല. അതെ. പിന്നെ 10 മിനിറ്റിന് ഒരു ക്യാരക്ടർ എൻട്രിക്ക് വന്ന ഞങ്ങൾ എങ്ങനെ ഇത് പറയാനാണ്? ന്യായം. അതുകൊണ്ട് തല്ല് കിട്ടില്ല, വിട്ടോ. ഞാൻ ശ്രമം പറഞ്ഞ പോയിക്കോ. പോരെ പോരെ